കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസ് സുനിയുടെ ജാമ്യം നടപ്പാക്കണമെന്ന അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പൾസ് സുനിയുടെ അപേക്ഷ പരിഗണിക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി പൾസ് സുനിയെ ഹാജരാക്കാൻ വിചാരണ കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കും. ഇതനുസരിച്ച് ഉച്ചയോടെ പൾസ് സുനിയെ കോടതിയിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ പൾസ് സുനിക്ക് വൈകിട്ടോടെ എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ. ശ്യാം, ഇന്നിപ്പോൾ പൾസ് സുനിയുടെ മുന്നിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വൈകുന്നേരത്തോടുകൂടി വീടെത്തുമോ? 7.5 വർഷത്തിന് ശേഷമാണ് പൾസ് സുനി ഇന്ന് വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ തടസ്സങ്ങൾ ഇനി ഇല്ല എന്നാണ്, അല്ലേ? അങ്ങനെ തന്നെയാണ്. തടസ്സങ്ങളില്ല, പൾസർ സുനിക്ക് മുന്നിൽ തടസ്സങ്ങളില്ല. നിയമപരമായ നടപടിക്രമങ്ങളുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തിന്റെ തടസ്സം മാത്രമേ മുന്നിലുള്ളൂ എന്നാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കുന്നത്. അന്തിമമായ നിമിഷത്തിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് നമ്മളും കാത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ ഒക്കെ നമ്മളും അതിന്റെ പിന്നാലെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും പൾസർ സുനിക്ക് അങ്ങനെ പുറത്തിറങ്ങാനുള്ള തടസ്സങ്ങളില്ല. പക്ഷേ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ മറ്റൊരു നിലപാടെടുക്കുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. നിലവിൽ സുപ്രീം കോടതിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പൾസർ സുനിക്ക് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പൾസർ സുനിക്ക് കഴിഞ്ഞ ഈ ചൊവ്വാഴ്ചയാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. ജാമ്യം അനുവദിച്ചു. പക്ഷേ അതിന്റെ വ്യവസ്ഥകൾ തീരുമാനിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നു. പക്ഷേ ആ എതിർപ്പുകൾ, ജാമ്യവ്യവസ്ഥയിന്മേലുള്ള എതിർപ്പുകൾ ഈ വിചാരണ കോടതിയെ അറിയിക്കുക എന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശകാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യ വ്യവസ്ഥകളിന്മേൽ ഒരു വാദം നടക്കും. ഇത് ജാമ്യം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് ഇന്ന് വിചാരണ കോടതിയുടെ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അത് വരുമ്പോൾ തന്നെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൾസർ സുനിയെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനൊരു പ്രൊഡക്ഷൻ വാറണ്ട് നൽകണം. ആ പ്രൊഡക്ഷൻ വാറണ്ട് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകും. ആ പ്രൊഡക്ഷൻ വാറണ്ട് നൽകിയതിനു ശേഷമായിരിക്കും പോലീസ് ജയിലിൽ നിന്നും പൾസർ സുനിയെ അന്വേഷണ സംഘം ഈ കോടതിയിൽ ഹാജരാക്കുക. 1-2 ചോദ്യങ്ങൾ ഉണ്ട്. അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതിനുശേഷം പൾസർ സുനിയെ ജയിലിലേക്ക് തിരിച്ചയക്കും. ഈ ജാമ്യ വ്യവസ്ഥകളിന്മേൽ വാദവും നടക്കും. ഇന്ന് ജാമ്യ വ്യവസ്ഥകളിന്മേൽ വാദം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് പൾസർ സുനിയെ വിലക്കണം എന്ന കാര്യമായിരിക്കും സംസ്ഥാന സർക്കാർ, പ്രോസിക്യൂഷൻ, ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെയും ഇക്കാര്യങ്ങളിൽ ഈ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയങ്ങളിലൊക്കെ 5 വർഷം മുമ്പ് നിരന്തരം മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറയുന്ന സ്വഭാവം പൾസർ സുനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴോ കോടതിയിൽ ഹാജരാക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോഴോ ഒക്കെ പൾസർ സുനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അങ്ങനെ വിളിച്ചു പറയുന്നത് ദിലീപിന് സഹായകരമാകുന്ന രീതിയിലാകുമോ എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് പൾസർ സുനി ആ രീതിയിൽ വിലക്കണമെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് ശക്തമായ രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുക. കാരണം അത്തരമൊരു മാധ്യമങ്ങളോട് സംസാരിക്കൽ എന്നുള്ള വിലക്കാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൾസർ സുനിക്ക് ഇന്ന് ജാമ്യം നേടി പൾസർ സുനിയുടെ മറ്റൊരു ജാമ്യാപേക്ഷ കൂടി വരുന്നുണ്ട്. അത് പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിച്ച കേസിലാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വരുന്നത്. അതിൽ ജാമ്യം നേടുകയും ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് പൾസർ സുനി മറ്റു പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ഈ കേസുകളിലെല്ലാം പൾസർ സുനി ജാമ്യം നേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അക്കാര്യത്തിൽ മാത്രമാണ് കാത്തിരിക്കുന്നതും. ഞാനും കേട്ടു മറ്റു പല കേസുകളും ഈ പൾസർ സുനിക്കെതിരെ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ ജാമ്യം കിട്ടിയത് കൊണ്ട് മാത്രം പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്കി എല്ലാ കേസുകളിലും ഇതിനകം തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നാണ്. ആ കാലാവധി നീണ്ട കാലാവധിയാണല്ലോ. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഷണ കേസിൽ പ്രതിയാണെങ്കിൽ പോലും ഇപ്പോൾ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ശ്യാം പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൾസർ സുനിക്ക് വീട്ടിലെത്താൻ മറ്റു തടസ്സങ്ങളില്ല. എല്ലാ കേസുകളിലും ജാമ്യം കിട്ടുന്ന പക്ഷം. ശ്യാം ദേവരാജാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ തത്സമയം പൾസർ സുനിക്കൊപ്പം ജയിലിൽ നിന്നും ഒപ്പം തന്നെ കോടതിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി പ്രേക്ഷകർക്കൊപ്പം ചേരും. എറണാകുളം സബ് ജയിലിൽ നിന്നാണ് ഇന്ന് പൾസർ സുനി പുറത്തിറങ്ങുക. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറം ലോകം കാണാൻ പോകുന്നത്. പൾസർ സുനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു.
കൊട്ടേഷൻ ബലാത്സംഗം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും ക്രൂരമായ കുറ്റകൃത്യമാണ് ഈ പൾസർ സുനിക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. പിന്നിലുള്ളയാളിനെ കുറിച്ചുള്ള ആലോചനയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകളുമൊക്കെ നമ്മൾ കണ്ടു. ദിലീപ് എന്ന നടൻ ദിവസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പം ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്വാധീനിക്കുമോ എന്നൊരു വലിയ ചോദ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം.